മലയാളിക്ക് കാലങ്ങൾ 6 വസന്തം, വർഷം, ഗ്രീഷ്മം, ശരത്, ഹേമന്തം, ശിശിരം. എന്നാൽ വടക്കൻ മലബാറുകാർക്ക് ഒരു കാലം അധികമായുണ്ട്, തെയ്യക്കാലം. വടക്കേ മലബാറിലെ മനുഷ്യരുടെ സിരകളിൽ രക്തമെന്ന പോലെ തെയ്യങ്ങൾ കാൽച്ചിലമ്പുകൾ ഇളക്കുന്നു. സൂര്യൻ അത്യുച്ചരാശിയിൽ വരുന്ന തുലാപ്പത്തിന് തെയ്യങ്ങൾ ഉരിയാടി തുടങ്ങുന്നു. ഗുണംവർണ്ണയ പൈതങ്ങളെ എന്ന മഞ്ഞക്കുറി ശിരസിലേക്കും കൈകളിലേക്കും അനുഗ്രഹം വാരി വിതറും. ഇരുട്ടിൽ ചൂട്ടുകറ്റകളുടെ വെളിച്ചം വട്ടം വരയും. ചെണ്ടകുട്ടികളുടെ ഒച്ച ഓർമ്മകളെ വിളിക്കും. ഓരോ തെയ്യത്തിനും ഓരോ കഥയുണ്ട്. അതറിഞ്ഞു വേണം തെയ്യം കാണാൻ, അല്ലെങ്കിൽ അത് കഥയറിയാതെ ആട്ടം കാണലാകും. ഓർമ്മകളുടെ 10ാം ഉദയത്തിൽ മനസ്സിലേക്ക് ഇറങ്ങി വരുന്ന തെയ്യങ്ങളിലൊന്ന് വിഷ്ണുമൂർത്തിയാണ്. തെയ്യങ്ങളിൽ സൗന്ദര്യത്തിന്റെ നിറഭാവമാകുന്നു വിഷ്ണുമൂർത്തി തെയ്യം. പരിദേവതയെന്ന് അടുപ്പത്തോടെ വിളിക്കും. പാലായിപ്പരപ്പൻ എന്ന തെയ്യം കെട്ടുകാരന്റെ സ്വപ്നത്തിലേക്ക് ദൈവം വന്ന് കോലരൂപം കാണിച്ചു കൊടുത്തെന്ന് ഐതിഹ്യം. ഹിരണ്യകശിപുവിനെ ത്രിസന്ധ്യയ്ക്ക് തൃപ്പടിയിൽ വധിച്ച നരസിംഹത്തിലെ കഥയിലെ പ്രതിരൂപമാണ് വിഷ്ണുമൂർത്തി തെയ്യം. കാണാനെത്തുന്നവരോട് ഈയത്തിന്റെ മഴ പെയ്യുമ്പോൾ ഇരുമ്പിന്റെ കുട പിടിക്കുമെന്നൊരിയാടുന്ന വിഷ്ണുമൂർത്തിക്കൊപ്പം നീലേശ്വരം കോട്ടപ്പുറത്തെ അമ്പലത്തിൽ കെട്ടിയാടുന്ന ഒരു മനുഷ്യന്റെ ജീവിതമുണ്ട്, പാലന്തായി കണ്ണന്റെ. പഴയകാലത്ത് ജാതീയതയുടെ ക്രൗര്യത്തിന്റെ ചോര പുരണ്ട ജീവിതമാണ് പാലന്തായി കണ്ണൻ എന്ന കീഴാളന്റേത്. പാലന്തായി കണ്ണന്റെ കഥ ഇങ്ങനെയാണ്. ഒരിക്കലൊരു ദിവസം കണ്ണൻ മാവിൽ കയറി പഴുത്ത മാങ്ങ തിന്ന് മാങ്ങയണ്ടി വലിച്ചെറിഞ്ഞത് കുറുവാട്ടുകുറുപ്പ് എന്ന ഭൂപ്രഭുവിന്റെ മരുമകളുടെ ശിരസിൽ വീണു. വിവരമറിഞ്ഞ കുറുപ്പ് കണ്ണനെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരാൻ ആളെ വിടുന്നു. ഭയപ്പാടോടെ നാടുവിട്ട കണ്ണൻ മംഗലാപുരത്തേക്ക് പോയി. മേൽജാതിക്കാരിയായ പെണ്ണും കീഴാളനായ കണ്ണനും തമ്മിലുണ്ടായ അനുരാഗമാണ് സവർണതയുടെ വിദ്വേഷത്തിലേക്ക് വലിച്ചിട്ടതെന്ന് പറയുന്നു കഥയുടെ ഉൾവഴികൾ തേടിപ്പോയവർ. മംഗലാപുരത്തെ കുറുപ്പാടിയിൽ നരസിംഹമൂർത്തിയെ ആരാധിക്കുന്ന തറവാട്ടിൽ കണ്ണൻ താമസമായി. വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ച കണ്ണന് തറവാട്ടിലെ അമ്മ ദൈവത്തിന്റെ ഉടവാൾ സ്വയരക്ഷയ്ക്കായി നൽകി. നീലേശ്വരത്തെ കദളിക്കുളത്തിൽ മുങ്ങിക്കുളിക്കവേ വിവരമറിഞ്ഞെത്തിയ കുറുപ്പ് കടവിൽ വെച്ച കണ്ണന്റെ വാളെടുത്ത് കണ്ണന്റെ തലയറുത്തു. കണ്ണൻ കൊല്ലപ്പെട്ടപ്പോൾ ഉടവാൾ താനേ ഉയർന്ന കുളത്തിലെ താമരകളറുത്ത് കുറുവാട്ടുകുറുപ്പിന്റെ തറവാട്ടിലെത്തിയെന്നും തൊഴുത്തിലെ പശുക്കൾ തീക്കണ്ണുകളോടെ തറവാട്ടിലേക്ക് പാഞ്ഞെത്തിയെന്നും ഐതിഹ്യം. കണ്ണന്റെ ചുരിക പ്രതിഷ്ഠിച്ച് പള്ളിയറ നിർമ്മിച്ച് വിഷ്ണുമൂർത്തിയെയും ദൈവരൂപമായ കണ്ണനെയും പ്രതിഷ്ഠിച്ച് ആരാധിക്കണമെന്ന് പ്രശ്നവിധിയുണ്ടായി. കുറുവാട്ടുകുറുപ്പ് എന്ന് പറയുന്ന ക്രൂരനായ ജന്മി പാലന്തായി കണ്ണനെ കൊലപ്പെടുത്തുകയും പിന്നീട് പാലന്തായി കണ്ണൻ തെയ്യമായി അവതരിച്ചു എന്നാണ് ഐതിഹ്യം. കതിവന്നൂർ വീരൻ, മുച്ചിലോട്ട് ഭഗവതി, കണ്ടനാർ കേളൻ, മാക്കവും മക്കളും. മനുഷ്യൻ ദൈവരൂപികളായവർക്കൊപ്പം പാലന്തായി കണ്ണനും ദൈവമായത് അങ്ങനെയാണ്. നന്മയുടെ നറുവെളിച്ചവുമായി അമ്പലപ്പറമ്പിലും കാവുകളിലും അവർ നിറഞ്ഞാടുന്നു. നിങ്ങളെ കൊത്തിയാലും ചോരയല്ലേ ചൊവ്വരെ, നാങ്കളെ കൊത്തിയാലും ചോരയല്ലേ ചൊവ്വരെ എന്ന് ജാതിയുടെയും മതത്തിന്റെയും ഇടുങ്ങിയ വേലികളെ അറുത്തു കളയുന്നു. അരിഞ്ഞു കുടിക്കല്ലേ കറന്നു കുടിക്കേ എന്ന് പ്രകൃതിയുടെ പച്ചപ്പിൽ കാലുറപ്പിച്ച ഓർമ്മപ്പെടുത്തലിന്റെ മുടിയാട്ടുകയാണ്. കാലം മാറുന്നു. വേഗതയുടെ ദുരമൂത്ത വഴികളിലേക്ക് മനുഷ്യന്റെ കോലവും മാറുന്നു. തെയ്യത്തിന്റെ കോലം മാറിയിട്ടില്ല. തെയ്യക്കാരന്റെ ജീവിതത്തിന്റെ കോലവും മാറിയിട്ടില്ല. തീകൂട്ടിയ നെരുപ്പിൽ തെയ്യമായി ഉറഞ്ഞു വീഴുമ്പോഴും ഭാരമേറിയ മുടിയുയർത്തി പിടഞ്ഞാടുമ്പോഴും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാവാത്ത തെയ്യക്കാരന്റെ ജീവിതം നീണ്ട ചോദ്യമായി നിവർന്നു നിൽക്കുന്നു. ചെണ്ടകൊട്ടുകളുടെയും ആരവങ്ങളുടെയും നടുവിൽ കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവരൂപമായി നിറഞ്ഞാടിക്കൊണ്ട് ഭാവിയുടെ ലോകത്തിലേക്ക് തെയ്യക്കാരൻ വാക്കുകളുടെ മഞ്ഞക്കുറിയെറിയുന്നു. ഗുണം വരട്ടെ പൈതങ്ങളെ,
ഏറിയ കൂറും ഗുണം വരട്ടെ.